നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ചെന്നിക്കുത്ത് അഥവാ മൈഗ്രെയിൻ്റെ ചികിത്സയെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് എസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റായ ഡോക്ടർ ബിജു ഗോപാലകൃഷ്ണൻ. നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ സാധാരണ തലവേദനകളിൽ നിന്ന് മൈഗ്രെയിൻ അഥവാ ചെന്നിക്കുത്തിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? തലവേദനകൾ പ്രധാനമായിട്ട് രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്ന് അവർ ഇംഗ്ലീഷിൽ പ്രൈമറി ഹെഡേക്സ് എന്ന് പറയും, രണ്ടാമത്തെ സെക്കൻഡറി ഹെഡേക്സ് എന്ന് പറയും. ഈ പ്രൈമറി ഹെഡേക്സ് എന്ന് പറഞ്ഞാൽ മറ്റൊരു കാരണമില്ലാതെ വരുന്ന തലവേദനകളാണ്. അപ്പം സെക്കൻഡറി ഹെഡേക്സ് എന്ന് പറയുന്നതായിരിക്കും കുറച്ച് എളുപ്പം. സെക്കൻഡറി ഹെഡേക്സ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ബ്രെയിൻ ട്യൂമർ, അല്ലെങ്കിൽ ബ്രെയിനിൽ ക്ലോട്ട് ഉണ്ടാകുന്ന ഭാഗമോ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ തലയിടിച്ച് വീണിട്ട് ഭാഗമായോ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന തലവേദനകളാണ് സെക്കൻഡറി ഹെഡേക്സ് എന്ന് പറയുന്നത്. പ്രൈമറി ഹെഡേക്സിൽ പ്രധാനമായിട്ടും വരുന്നതാണ് മൈഗ്രെയിൻ അല്ലെങ്കിൽ ടെൻഷൻ ഹെഡേക്ക്. അങ്ങനെ പിന്നെ വേറെ കുറേ ടൈപ്പുണ്ട്. അപ്പം വേറൊരു കാരണമില്ലാതെ തലവേദന തന്നെയാണ് അസുഖം. അങ്ങനെ വരുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടതാണ് മൈഗ്രെയിൻ. അപ്പം മൈഗ്രെയിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത് ചില ആൾക്കാർക്ക് വളരെ കഠിനമായിട്ട് വരും. വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പലപ്പോഴും ആ ഒരു ദിവസം മൊത്തമായിട്ട് അവർക്ക് നഷ്ടപ്പെട്ടു പോകും. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പം ഒരാൾ തലവേദനയായിട്ട് വന്നാൽ ഇത് ഏത് വിഭാഗത്തിൽപ്പെടുന്ന തലവേദനയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ആദ്യത്തെ സംഗതി. പിന്നീട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഏതാണെന്ന് കണ്ടുപിടിച്ച അനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ. ഓക്കെ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് നിഷാദ്. ഡോക്ടറോട് ചോദിച്ചോളൂ. നിഷാദ്. ഡോക്ടർ സാർ നമസ്കാരം. നമസ്കാരം. എന്റെ പേര് നിഷാദ് എന്നാണ്. നിഷാദ് പറഞ്ഞോളൂ. തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ. എനിക്ക് ഇപ്പൊ 34 വയസ്സുണ്ട്. എനിക്കൊരു ഏകദേശം 20 വയസ്സ് മുതല് ഇങ്ങനെ തലവേദന, മൈഗ്രെയിൻ തലവേദന ശരിയുണ്ട്. അപ്പൊ ഈ 2 വർഷം കൂടുമ്പോഴായിരിക്കും അതിന്റെ ഇത് വരാം. 2 വർഷം കൂടുമ്പോ ഏകദേശം 2 മാസത്തെ കാലയളവിൽ ഈ സംഭവം ഉണ്ടാവും. പിന്നെ ഓട്ടോമാറ്റിക്കലി തന്നെ മാറിപ്പോവാണ് ചെയ്യണം. ഓക്കെ. അപ്പൊ ഈ കഴിഞ്ഞ വർഷം ഇതേപോലെ ഉണ്ടായിരുന്നപ്പോ ഞാൻ ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞത് ഇത് ഏകദേശം പെട്ടെന്ന് പ്രത്യേകം മരുന്നൊന്നുമില്ല, ഏകദേശം 50 വയസ്സ് കഴിയുന്നതോടുകൂടി ഇത് തന്നെ മാറിപ്പോകുന്നതാണ് ഡോക്ടർ പറഞ്ഞത്. ഈ 2 മാസം അടുപ്പിച്ച് വരുമോ? ഏകദേശം ഇത് പീരീഡ് 2 മാസത്തോളം ഉണ്ടാവും. എല്ലാ ദിവസവും ഉണ്ടാവുന്നില്ല. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ദേഷ്യം 2 മണിക്കൂർ ഒന്ന് കിടന്നു കഴിഞ്ഞാൽ സംഭവത്തിന് റിലീഫ്. 2-3 മണിക്കൂർ ഇരുട്ടുകൊമ്പനൊന്ന് കിടന്നു കഴിഞ്ഞാൽ തലവേദന 4 മണിക്കൂർ കൂടുതൽ നിൽക്കുമോ? ഇല്ലില്ല, ഏകദേശം ഒരു 2 മണിക്കൂർ 2-2.5 മണിക്കൂർ. തലവേദന വരുമ്പോൾ ഛർദ്ദിക്കുമോ? എനിക്ക് ഛർദി ഉണ്ടായിട്ടില്ല. നമുക്ക് ഭയങ്കര ഒരു സൈഡ് മുഴുവൻ ഭയങ്കര ഒരു വേദനയും ഭയങ്കര ദേഷ്യം വരും ആ സമയത്ത്. തലവേദന ഉള്ള സമയത്ത് ആളുടെ ഒച്ച കേൾക്കുമ്പോൾ ദേഷ്യം, ലൈറ്റ് നോക്കാൻ വിഷമം അങ്ങനെ ഒന്നുണ്ടോ? ലൈറ്റ് കാണുമ്പോൾ ഞാൻ റൂമിൽ ഡോറൊക്കെ അടച്ചിട്ട് ക്ലോസ് ചെയ്ത് ആരും വരാനിരുന്നതൊക്കെയാണ് കിടക്കുന്നത്. ഓക്കെ. ഇത് ആ 2 മാസം ഇങ്ങനെ വന്നിട്ട് പിന്നെ വരത്തേയില്ല? 6 വർഷം മുഴുവൻ വരത്തില്ല? പിന്നെ വരില്ല. പിന്നെ നമ്മൾ റിലീഫ്, നമുക്ക് ആ സംഭവം ഉണ്ടാവില്ല, ആ വേദന മാറിപ്പോകും. ഓക്കെ. അപ്പം ഈ സാധാരണ മൈഗ്രെയിൻ ഇങ്ങനെയല്ല വരുന്നത്. എപ്പോൾ വേണമെങ്കിൽ മീൻസ് വർഷത്തിൻ്റെ ഏത് സമയത്തും വരാം. വന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസവും വരുന്നത് കുറച്ച് അപൂർവമായിട്ടാണ്. വേറൊരു ടൈപ്പ് ഹെഡേക്ക് ആണ്, ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറഞ്ഞിട്ട്. അതാണ് സാധാരണ ഈ ഒരു വർഷത്തിൽ 1-2 മാസം വരും, ചിലപ്പോൾ 1 മാസം താഴെ ആയിരിക്കും. വരുവാണെങ്കിൽ പക്ഷേ എല്ലാ ദിവസവും അടുപ്പിച്ച് ഏകദേശം ഒരേ സമയത്ത് വരും. വരുവാണെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ തന്നെ മാറും. അപ്പോൾ തുടങ്ങിയത് കൂടുതലൊരു ക്ലസ്റ്റർ ഹെഡേക്ക് എന്നൊരു വിഭാഗത്തിൽപ്പെട്ട ഒരു ഹെഡേക്കാണ്. അപ്പം പക്ഷേ പേരിൽ വലിയ കാര്യമൊന്നുമില്ല. ഈ രണ്ടായാലും ഈ പറഞ്ഞ പോലെ കുറച്ച് ഒരു പ്രായമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറിപ്പോകുന്ന ടൈപ്പ് അസുഖമാണ്. അപ്പം ഒരു ഇപ്പോൾ 20 വയസ്സ് മുതൽ 14 വർഷമായിട്ട് തലവേദന മാത്രം ഉള്ളെങ്കിൽ, വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ലെങ്കിൽ, ഇത് വേറൊരു അസുഖത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന തലവേദന ആകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ വരുന്ന ടൈമിൽ മാത്രം മരുന്ന് കഴിക്കുക. അപ്പം ഈ 2 മാസം ഡെയിലി ഉണ്ടെങ്കിൽ ഇത് വരാതിരിക്കാനുള്ള ചില ഗുളികളുണ്ട്. അതിപ്പം താങ്കൾ അവിടെ ന്യൂറോളജിനെ കാണിക്കണം, അവരത് താങ്കൾക്ക് എഴുതിത്തരും. അങ്ങനെയാണെങ്കിൽ ഡെയിലി ഹെഡേക്ക് എന്നുള്ള ഈ ഒരു സിറ്റുവേഷൻ കുറച്ച് മാറിക്കിട്ടും. ഡെയിലി അല്ല, ചിലപ്പോൾ ഈ 2 മാസത്തിനിടയിൽ ഒന്നരാതിരിക്കാൻ വരാം. എപ്പോഴാ വരാന്ന് പറയാൻ പറ്റില്ല. 2 മാസം ഇടയ്ക്ക് 1-2 വട്ടം ഉള്ളോ? അല്ലെന്നാ, നമുക്ക് ഒരു 2 മാസത്തിനിടയിൽ 10-30 ദിവസത്തിൽ വരാം. 30 ദിവസം വരാം. അപ്പം ചിലപ്പോൾ അത് പ്രിവെന്റ് ചെയ്യാനുള്ള മെഡിസിൻസ് ഉണ്ട്. അത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ 30 ദിവസത്തിനുള്ളത് വളരെയധികം കുറയ്ക്കാൻ പറ്റും. മാത്രമല്ല വരുന്ന തീക്ഷ്ണതയും കുറച്ച് കുറയ്ക്കാൻ പറ്റും. ഞാനിപ്പോ വിളിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തലവേദന വരുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു ലക്ഷണങ്ങളൊക്കെ തോന്നും. അപ്പൊ അങ്ങനത്തെ ഒരു ലക്ഷണങ്ങൾ ഇപ്പോഴേ ചെറിയതായി തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒരു പേടിയാണ്, അത് വരാൻ പോകണ്ടോ ഒരു ടെൻഷൻ. അല്ല, ആ ടൈമിൽ വേദന കുറയ്ക്കാനുള്ള ഗുളിയുണ്ട്. അത് കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വേദന കൂടാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അതെ. അപ്പോൾ താങ്കൾ അവിടെ ഒരു ന്യൂറോളജിനെ സമീപിക്കുകയാണെങ്കിൽ അവരെ നോക്കിയിട്ട് താങ്കൾക്ക് വേണ്ട ഗുളിക എഴുതിത്തരും. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ മൈഗ്രെയിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? യഥാർത്ഥത്തിൽ ഇത് അപകടം പിടിച്ച ഒരു തലവേദന തന്നെയാണ്? അടിസ്ഥാനമായിട്ട് അപകടം പിടിച്ചൊരു അസുഖമല്ല.
മൈഗ്രെയിന് ഒരുതരം ജനറ്റിക് അസുഖം പോലെയാണ്. അതായത് മൈഗ്രെയിൻ ഉള്ള ആൾക്കാർ മൈഗ്രെയിനുമായിട്ട് തന്നെയാണ് ജനിക്കുന്നത്. ഒരു പ്രായമാകുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം സാധാരണ സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഏകദേശം കണക്ക് വെച്ച് 6 സ്ത്രീകൾ ഒരാൾക്കുണ്ടെന്നാണ് പറയുന്നത്. പുരുഷന്മാരിൽ ഏകദേശം 18 പേരിൽ ഒരാൾക്കുണ്ടാകാം എന്നുള്ളൊരു സാധ്യത പല പഠനങ്ങളും പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ തീഷ്ണത ഓരോ വ്യക്തികളിലും വേറെ വേറെ ആയിരിക്കും. ചില ആൾക്കാർക്ക് വളരെ ചെറുതായിട്ട് വരത്തുള്ളൂ, ചില ആൾക്കാർക്ക് വളരെ തീഷ്ണമായിട്ട് വരും. മെജോറിറ്റി ആൾക്കാർക്ക് ഇതിനൊരു ഏകദേശം ഇടയിൽ വരും. ചില ആൾക്കാർ ചില അറ്റാക്സ് വളരെ തീഷ്ണമായിരിക്കും, ചിലത് കുറഞ്ഞായിരിക്കും. അങ്ങനെ ഒരു വേരിയബിലിറ്റി ഉള്ളതാണ്. അപ്പം പോസിബിലിറ്റി ഫാക്ടർ അത് വരാൻ ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക കാരണം ചെയ്താൽ ഇത് വരുമെന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ള ചില കാരണങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ ഉറക്കളയ്ക്കുകയാണെങ്കിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അതേ സമയത്ത് ആഹാരം കഴിച്ചില്ലെങ്കിൽ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചില പ്രത്യേകതരം ആഹാരങ്ങൾ, ഉദാഹരണത്തിന് ചോക്ലേറ്റ് അല്ല ഐസ്ക്രീം, കോഫി, ഈ അജിനോമോട്ടോ ഉള്ള ഫുഡുകൾ, ചൈനീസ് ഫ്രൈഡ് റൈസ്, ഇതൊന്നും എല്ലാവർക്കും എല്ലാ ഫുഡും വരണമെന്നില്ല. ആ പർട്ടിക്കുലർ വ്യക്തിക്ക് ഏതാണോ ഈ പോസിബിലിറ്റി അല്ലെ ഉണ്ടാക്കുന്ന കാരണം അത് നോക്കിയിട്ട് അത് ചികിത്സിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിലും മൈഗ്രൻ ആ ജീനിലുള്ള ആൾക്കാർക്ക് വരും. ഒരു പാരമ്പര്യ ഘടന സ്ട്രോങ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. ഏകദേശം 70% വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഇത് കാണുമായിരിക്കും. ഒരു പ്രായത്തിൽ തുടങ്ങി യൂഷ്വലി ഒരു പ്രായമാകുമ്പോൾ മാറും. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ മൈസൂരിൽ നിന്നാണ്. സന്തോഷ് കുമാർ എന്നാണ് എൻ്റെ പേര്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ് ഡോക്ടർ, എനിക്ക് ഒരു കുറെ വർഷങ്ങളുള്ളതാണ്, തലവേദന ഉള്ളതാണ്. ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്ക് ഇപ്പൊ 44 വയസ്സുണ്ട്. എത്ര വയസ്സ് മുതൽ തലവേദന ഉണ്ട്? അത് തലവേദന ഇപ്പൊ ഒരു 5-6 വർഷത്തിൽ കൂടുതൽ ഉണ്ട്. ഓക്കെ. അത് ചില സമയത്ത് തലവേദന വന്നു കഴിഞ്ഞാൽ 2-3 ദിവസമൊക്കെ നിൽക്കും. ചിലപ്പോ ചില ദിവസം വന്നു കഴിഞ്ഞാൽ ഒരു ടാബ്ലറ്റ് കഴിക്കുമ്പോൾ മാറുകയും ചെയ്യും. ഈ തലവേദന ഒരു സൈഡിലാണോ 2 സൈഡിലും വരുമോ? കണ്ടിന്യൂ അങ്ങനെ ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ കണ്ടിന്യൂ 2-3 ദിവസം ഇങ്ങനെ തുടർച്ചയായിട്ട് വരും. വന്നില്ല ചിലപ്പോൾ 1 മാസം ഇങ്ങനെ 2 മാസം ഒന്നും എടുത്തില്ല. അല്ല, തലവേദന വരുമ്പോഴേ നമ്മുടെ തലയുടെ ഒരു ഭാഗത്താണോ അത് 2 ഭാഗത്തും വരുമോ? സ്റ്റാർട്ടിങ്ങിൽ ഒരു വർഷത്തായിരുന്നു. പിന്നെ കൂടും. പിന്നെ കൂടും. ഇപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു വർഷം അങ്ങനെ ഒരു പ്രത്യേകം പറയാൻ പറ്റുന്നില്ല. ഇത് വിങ്ങുന്ന പോലത്തെ വേദനയാണോ? ഒരു വിങ്ങല് പോലെയാണോ വേദന? ഇല്ല, മിന്നല് പോലെ വരുന്നില്ല. അത് കൂടുതൽ ഉറങ്ങുന്ന സമയത്താണ് തുടങ്ങുന്നത്. അല്ല, മിന്നലല്ല, വിങ്ങല് പോലെ നമ്മൾ പിടയ്ക്കുന്ന പോലത്തെ വേദനയാണോ? വിങ്ങല് പോലെ അല്ല, ഒരു മരവിപ്പ് മാതിരി, ഒരു പെരുക്കുന്ന മാതിരി. ഇത് എപ്പോ വന്നാലും 2-3 ദിവസം നിൽക്കും? ഇല്ല, എപ്പം വന്നാൽ 2-3 ദിവസം നിൽക്കത്തില്ല. ചിലപ്പം നമ്മളുടെ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ അങ്ങ് മാറും അത്. അല്ല, ടാബ്ലറ്റ് കഴിച്ചില്ലെങ്കിൽ 2 ദിവസം നിൽക്കുമോ? ഇല്ല, നിൽക്കത്തില്ല. ചില സമയത്ത് ടാബ്ലറ്റ് കഴിച്ചാലും 2 ദിവസം ഒക്കെ നിൽക്കും. ഛർദ്ദിക്കാൻ വരുമോ? ഇല്ല, ഛർദ്ദിനൊന്നും ഇല്ല. അത് ഇപ്പം വരുന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ തലവേദനയല്ല, ഒരു ചെറിയ തലവേദന, ഒരു വല്ലാത്ത തലവേദനയാണ്. ഓക്കെ. ഈ വേദനയുള്ള ടൈമിൽ നമുക്ക് ജോലി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കിടക്കേണ്ടി വരും, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടോ? ഈ തലവേദന വരുമ്പോഴേ നമുക്ക് ജോലി ഒന്നും ചെയ്യാൻ പറ്റാതെ കിടക്കേണ്ട വരുന്ന അവസ്ഥ ഉണ്ടോ? ഇല്ല, അങ്ങനെ വല്ലാതെ വരുന്നില്ല. അങ്ങനെ ജോലി ചെയ്യാൻ ശരി, അങ്ങനെ പറ്റാത്തൊരു മൂടുണ്ട്. പക്ഷെങ്കിൽ അങ്ങനെ വലുതായിട്ട് തലവേദന ഇല്ല. വേദന ഉള്ള സമയത്ത് നമുക്ക് ഒച്ച കേൾക്കുമ്പോൾ ദേഷ്യം അല്ലെങ്കിൽ ലൈറ്റ് നോക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നും ഇല്ല. ദേഷ്യം പോലെ രാജാന്തരം സംസാരിക്കുമ്പോൾ ദേഷ്യം അതുപോലെ ഉണ്ട്. അല്ല, വേറെ സൗണ്ട് കേൾക്കുമ്പോൾ ദേഷ്യം വരുമോ ഈ വേദന ഉള്ള ടൈമിൽ? സൗണ്ട് കേൾക്കുമ്പോൾ ആരെങ്കിലും ചോദിക്കുമ്പോഴൊക്കെ സംസാരിക്കുമ്പോൾ സൗണ്ട് കേൾക്കുമ്പോൾ അങ്ങനെ ദേഷ്യം വരുന്നത് ഒരു മൂടൗട്ടുമായിട്ട് തോന്നും. ഒരു മാസത്തിൽ ഉദ്ദേശം എത്ര പ്രാവശ്യം ഉണ്ടാവും? ഒരു മാസത്തിൽ അങ്ങനെ ചില മാസങ്ങൾ ഉണ്ടാവില്ല ഡോക്ടർ. ചില മാസങ്ങൾ 2, 3, 4 മട്ടമൊക്കെ ഉണ്ടാവും. ഉണ്ടാവുന്നതിന് പ്രത്യേക കാരണം എപ്പോഴും നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? ഉദാഹരണത്തിന് ഉറക്കളയ്ക്കുമ്പോഴാണോ വരുന്നത്, അതോ ഫുഡ് മിസ് ചെയ്യുമ്പോഴാണോ വരുന്നത്, അങ്ങനെ എന്തെങ്കിലും? അത് എനിക്ക് നേരത്തെ വർഷങ്ങൾ, ഞാൻ ഏതാണ്ട് ഒരു 10 വർഷം മുൻപൊന്ന് വീണായത് തലയിടിച്ചിട്ട്. അതൊരു 10 വർഷത്തിൽ കൂടുതലായി. ഇപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് കുറെ ന്യൂറോ ENT ഒക്കെ കുറെ കാണിച്ചിരുന്നു. സ്കാൻ ചെയ്തപ്പോഴൊന്നും പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഈ വീണ ശേഷമാണോ തലവേദന സ്റ്റാർട്ട് ചെയ്തത്? വീണെന്ന് പോലെ തലവേദന സ്റ്റാർട്ട് ചെയ്താണോ? വീണിട്ട് ഈ 10 വർഷമായിട്ട് വീണ ശേഷമാണോ തലവേദന സ്റ്റാർട്ട് ചെയ്തത്? അല്ല, അത് കഴിഞ്ഞ് ഈ വീണ് കഴിഞ്ഞ് കുറെ നാളത്തേക്കൊന്നും ഇല്ലായിരുന്നു. ഞാൻ നേരത്തെ മദ്യപിക്കുകയും ചെയ്യായിരുന്നു നല്ല മാതിരി. അല്ലെ, എനിക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ തലവേദന വരുന്ന തൊട്ട് മുമ്പത്തെ ദിവസം താങ്കളിപ്പം ഫുഡ് മിസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഉറക്കളച്ചാലോ വെയിൽ കൊണ്ടാലോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് തലവേദന വരുന്നത്? അങ്ങനെ ഉണ്ടായപ്പോ നമ്മൾ ഈ എന്നും സംസാരിക്കുന്നതിനൊക്കെ കൂടുതൽ സംസാരിക്കുമ്പോഴേ എന്നും ചെയ്യുന്നതിനൊക്കെ കൂടുതൽ ജോലി ചെയ്യുമ്പോഴൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഉറക്കളച്ചാ വരുമോ?
ഉറക്കമുളക്കുന്നുണ്ട് റെയിൽവേയിലാണ് ഉറക്കം എനിക്ക് അളക്കാൻ നൈറ്റ് ഡ്യൂട്ടി ഉള്ളതാണ്. ഓക്കെ, അന്നേരം ഉറക്കളയ്ക്കുമ്പോൾ വരുമെന്ന് അങ്ങനെ നോക്കി നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഉറക്കം അളക്കുമ്പോൾ അത് ഉറക്കം അളക്കുമ്പോൾ പറഞ്ഞാൽ ഉറക്കം അളക്കുമ്പോഴല്ലേ ഉറങ്ങുന്ന സമയത്താണ് ഇത് ഒരു മരപ്പാര് തുടങ്ങുന്നത്. ഇത് ഓക്കെ, ഫുഡ് മിസ് ചെയ്താൽ വരുമോ? എന്തോ ഫുഡ് മിസ് ചെയ്താൽ വരുമോ? ആഹാരം കഴിച്ചില്ലെങ്കിൽ വരുമോ? ആഹാരം സമയത്തിന് കഴിച്ചില്ലെങ്കിൽ വരും. പക്ഷെ അധികം കഠിനമായിട്ട് വരുന്നില്ല അല്ലേ? ഇല്ല, കഠിനമായിട്ട് വരുന്നില്ല, ചെറിയ ലൈറ്റായിട്ട്. നേരത്തെ ആദ്യം കഠിനമായിട്ടായിരുന്നു, ഇപ്പം ചെറിയ ലൈറ്റായിട്ട് വരുന്ന ഒരു വല്ലാത്ത ഒരു തലമുടക്കമായിരിക്കും. താങ്കളുടെ ഈ പറഞ്ഞത് മൈഗ്രൈൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഒത്തു വരുന്നില്ല, ചെന്നിക്കുത്തിൻ്റെ എല്ലാ ലക്ഷണവും ഒത്തു വരുന്നില്ല. ഒരുപക്ഷെ ടെൻഷൻ ഹെഡേക്ക് ആകാൻ സാധ്യതയുണ്ട്. കാരണം മരവിൽ പോലെ വരുന്നത് ഒരു മൈൽഡായിട്ട് വരുന്നതും നമ്മളെ വല്ലാണ്ട് ബാധിക്കാത്ത ടൈപ്പ് തലവേദന ടെൻഷൻ ഹെഡേക്ക് ആവാനായിട്ട് സാധ്യതയുള്ളത്. പലപ്പോഴും ഈ ഹെഡ് ഇഞ്ചുറി തലമുറ വീണിട്ട് തല ഇഞ്ചുറിക്ക് ശേഷം കുറേ കാലത്തിന് ശേഷം ടെൻഷൻ ഹെഡേക്കും മൈഗ്രെയിനും പോലത്തെ ഹെഡേക്കും വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് മൈഗ്രെയിൻ പോലെ തോന്നില്ല താങ്കൾ പറയുന്ന വിവരണങ്ങളെ. അപ്പോൾ താങ്കളെ അത് വലുതായിട്ട് ബാധിക്കുന്നില്ല എന്നെങ്കിൽ ഈ വരുന്ന ദിവസം മാത്രം അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം മരുന്ന് കഴിച്ചാൽ മതി. എല്ലാം മരുന്ന് കഴിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. അത് എന്തെങ്കിലും നാച്ചുറലായി പോകണല്ലോ. വെറുതെ മരുന്ന് കഴിച്ച് പിന്നെ അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഈ മൈഗ്രെയിൻ വരുന്നതിന് മുൻപേ ലക്ഷണങ്ങൾ അത് കാണിക്കുന്നുണ്ടോ? മൈഗ്രെയിൻ പലതരത്തിലുണ്ട്. അതിൽ ഒരു ടൈപ്പിന് മൈഗ്രെയിൻ വിത്ത് ഓറ എന്ന് പറയും. അപ്പം ഓറ ഉദ്ദേശിക്കുന്നത് മൈഗ്രെയിൻ വരുന്നതിന് കുറച്ച് മുമ്പായിട്ട് കുറച്ച് മിനിറ്റുകൾ മുതൽ 1 മണിക്കൂറിനുള്ളിൽ വരുന്ന ഒരു ലക്ഷണമാണ്. ചില ആൾക്കാർക്ക് അത് മിക്ക ആൾക്കാർക്ക് അതുള്ള ആൾക്കാർക്ക് ഒരു കണ്ണിന് മുമ്പിൽ ഒരു ഫ്ലാഷ് പോലെയോ അല്ലെ വര പോലുള്ള ലൈറ്റോ അല്ലെ ഒരു ഭാഗം കാണാതെ പോവുകയോ അല്ലെ ഒരു സൈഡിൽ മാത്രം തരിപ്പോ മരവിപ്പോ അങ്ങനെ വരാം. അത് വന്നിട്ട് അത് മാറിയ ശേഷം തലവേദന സ്റ്റാർട്ട് ചെയ്യും. മൈഗ്രെയിൻ്റെ തലവേദന എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു വശത്തോ 2 വശത്തോ വരാം. വരുമ്പോൾ വിങ്ങുന്ന പോലത്തെ അല്ലെങ്കിൽ പിടയ്ക്കുന്ന പോലത്തെ ഒരു വേദനയായിരിക്കും. അത് സാധാരണ പ്രായപൂർത്തിയാവില്ല. അത് 18 വയസ്സിന് ശേഷമുള്ള ആൾക്കാരിലാണെങ്കിൽ 4 മണിക്കൂർ കൂടുതൽ, സാധാരണ ഒരു 72 മണിക്കൂർ വരെ നിൽക്കാൻ സാധ്യതയുള്ള ഒരു തലവേദനയാണ്. നല്ല സാധാരണ വളരെ കഠിനമായിട്ട് വരുന്നതായിരിക്കും. വരുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് ഛർദ്ദിക്കാൻ വരുമോ അല്ലെങ്കിൽ ഛർദ്ദിക്കുകയോ ചെയ്യാൻ സാധ്യതയുണ്ട്. വരുന്ന ടൈമിൽ അവർക്ക് ഒച്ച കേൾക്കുമ്പോൾ ദേഷ്യം അല്ലെങ്കിൽ ലൈറ്റ് ഇഷ്ടമല്ല തുടങ്ങിയ കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇതെല്ലാം കൂടെ വേണമെന്നില്ല. എന്നാൽ ഇതിൽ കുറച്ച് കാര്യങ്ങളെങ്കിലും വന്നില്ലെങ്കിൽ നമുക്ക് മൈഗ്രെയിൻ ആണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഓറ ഉള്ള ഹെഡേക്ക് ഉള്ള ആൾക്കാരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 തവണയെങ്കിലും ഇങ്ങനത്തെ അറ്റാക്ക് വന്നാലേ നമുക്ക് മൈഗ്രെയിൻ ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓറ ഇല്ലാത്ത ടൈപ്പ് മൈഗ്രെയിൻ ആണെങ്കിൽ 5 വട്ടം എങ്കിലും പലാവർത്തി വന്നാലേ നമുക്കത് മൈഗ്രെയിൻ ആണെന്ന് പറയാൻ പറ്റുകയുള്ളൂ. എന്ന് മാത്രമല്ല, വേറെ കാരണം കൊണ്ടല്ല ഈ തലവേദന ഉണ്ടാകുന്നുള്ള നല്ലൊരു ധാരണ നമുക്ക് വേണ്ടതാണ്. അപ്പോൾ പലപ്പോഴും ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. ടെസ്റ്റുകൾ ചെയ്യുന്നത് മൈഗ്രെയിൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ മൈഗ്രെയിൻ വേറെ അസുഖത്തിൻ്റെ ഭാഗമായിട്ടല്ല ഇത് വരുന്നതെന്ന് പറയാനായിട്ടാണ്. ഉദാഹരണത്തിന് ചിലപ്പോൾ ഒരാൾക്ക് മൈഗ്രെയിൻ കാണും. അപ്പോൾ മൈഗ്രെയിൻ കുറേ കൊല്ലമായിട്ട് കാണുന്നുണ്ടാകും. പെട്ടെന്ന് വേദനയുടെ പാറ്റേൺ മാറുന്നു, അല്ല വേദന ഡെയിലി ആകുന്നു, അല്ല അങ്ങനെ ഒരു എന്തെങ്കിലും ചേഞ്ചസ് വരുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ചിലപ്പോൾ ആളിന് പുതിയൊരു അസുഖത്തിൻ്റെ സ്റ്റാർട്ടിങ് ആയിരിക്കും. ചില തരത്തിലുള്ള ബ്രെയിൻ മുഴകളോ ട്യൂമറുകളൊക്കെ എപ്പോഴെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ മൈഗ്രെയിൻ ഉള്ളവർക്ക് വേറെ അസുഖം വന്നുകൂടാന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു അവസരത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ട് അങ്ങനെയുള്ള കേസ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു മിസ് ചെയ്യും. കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഇത് നൂറിനകത്തൊന്നും ശാന്തയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഡോക്ടർ, എനിക്കൊരു 10-20-30 വർഷം കൊണ്ട് മൈഗ്രെയിൻ ഉണ്ട്. ഇപ്പൊ എത്ര വയസ്സുണ്ട്? ഇപ്പൊ എത്ര വയസ്സുണ്ട്? 2 വയസ്സ്. വ്യക്തമായില്ല, അതുകൊണ്ട് പറയാമോ? 52. ഓക്കെ. ഹലോ, പറഞ്ഞോളൂ. എനിക്ക് 30 വർഷം കൊണ്ട് മൈഗ്രെയിൻ്റെ അസുഖമുണ്ട്. ഞാൻ പല ഡോക്ടറെയും കണ്ടും മരുന്ന് കഴിച്ചു. എന്നാലും ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഒരു മാസത്തിൽ എത്ര പ്രാവശ്യം വരുന്നുണ്ട്? ഇപ്പം മിക്കവാറും എല്ലാ ദിവസവും വരുമായിരുന്നു. ഇപ്പൊ യൂഷ്വലി എത്ര? അങ്ങനെ വല്ലപ്പോഴും ഒരു മാസത്തിൽ 2 പ്രാവശ്യം ആണ് വരുന്നത്. കഠിനമായിട്ട് ഒരു ദിവസം മൊത്തം നിൽക്കും? അല്ല, ഞാൻ പിന്നെ പാരസെറ്റമോളോ എന്തെങ്കിലും ഇപ്പൊ കഴിക്കുമ്പോ ഇച്ചിരി കുറവ് വരും. ഓക്കെ. സാധാരണയിൽ ഇപ്പൊ ഈ ഒരു ഏജ് ആകുമ്പോഴത്തേക്ക് ഇത് മാറിപ്പോകാറുണ്ട് മിക്ക ആൾക്കാർക്ക്. അപ്പൊ ചിലപ്പോൾ അതിന്റെ ലക്ഷണം കൊണ്ടായിരിക്കും ഇപ്പൊ ഇതിന്റെ എണ്ണം കുറഞ്ഞു വന്നിരിക്കുന്നത്. അപ്പൊ മാസത്തിൽ 2 തവണയേ വരുന്നുള്ളൂ. ഇത്രയും വർഷമായ സ്ഥിതിക്ക് നമുക്ക് വേറെ ടെസ്റ്റുകൾ ചെയ്യേണ്ട കാര്യം ഉണ്ടാകത്തില്ല. മാത്രമല്ല, ഇത് മിക്കവാറും ഈ ഒരു ചിലപ്പോൾ 1-2 വർഷത്തിൽ പൂർണ്ണമായിട്ട് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇപ്പൊ ഈ ചെയ്യുന്ന പോലെ വരുമ്പോൾ മാത്രം ഈ ടാബ്ലറ്റ് കഴിച്ചാൽ മതി. പാരസെറ്റമോൾ അത്ര ഈ വല്ലപ്പോഴും, അപ്പൊ മാസം 2 എണ്ണം കഴിക്കുന്ന ദോഷമൊന്നും വരത്തില്ല. അപ്പം ഡെയിലി ഇത് പ്രിവെന്റ് ചെയ്യേണ്ട മരുന്നുകളുണ്ട്, അത് കഴിക്കേണ്ട ഒരു ആവശ്യം ഇപ്പൊ ഇല്ല നമുക്ക്. അപ്പം ഇത് തന്നെ മതി. മിക്കവാറും ചിലപ്പോൾ 1-2 വർഷത്തിൽ മാറിപ്പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു.
ഡോക്ടർ, ഈ ചെന്നിക്കുത്തിന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെന്നുള്ള നിർബന്ധമാണോ? തീർച്ചയായിട്ടും നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ചെന്നിക്കുത്തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ ചെന്നിക്കുത്ത് നമ്മൾ വിചാരിക്കും, അല്ലെങ്കിൽ മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ആദ്യം ചെന്നിക്കുത്തായിരിക്കും, ചിലപ്പോൾ വേറെ ഹെഡേക്കായിട്ട് മാറിയിരിക്കും. അപ്പം ചെന്നിക്കുത്താണെന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊന്ന് കാണുന്നതിന് ദോഷമില്ല. അല്ലെങ്കിൽ ചെന്നിക്കുത്തിന് വേണ്ടി ഡോക്ടറെ കാണാൻ നിർബന്ധമൊന്നുമില്ല. പല ആൾക്കാരും എന്തെങ്കിലും ഗുളി കഴിച്ചിട്ട് കുറച്ച് സമയത്ത് കിടന്നുറങ്ങി അങ്ങ് മാറത്തേ ഉള്ളൂ. അപ്പം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇതിനുള്ള ചികിത്സ അല്ലെങ്കിൽ ടെസ്റ്റ് എന്തൊക്കെയാണ്? അടിസ്ഥാനമായിട്ട് മൈഗ്രെയിനായിട്ട് മൈഗ്രെയിൻ കണ്ടുപിടിക്കാനായിട്ട് ടെസ്റ്റുകളൊന്നും നിലവിലില്ല. മീൻസ് റിസർച്ചിലുണ്ട്, നമുക്ക് ഡെയിലി പ്രാക്ടീസിലില്ല. അപ്പം മൈഗ്രെയിൻ അല്ലാന്ന് മീൻസ് വേറെ അസുഖത്തിൻ്റെ ഭാഗമായിട്ടല്ല ഹെഡേക്ക് എന്ന് നോക്കാനായിട്ട് പലപ്പോഴും ഹെഡേക്ക് ചില ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ട ആവശ്യമുണ്ട് ചില പ്രായത്തിലൊക്കെ. പിന്നെ ഇതാണ് ESR പോലത്തെ ചില ടെസ്റ്റുകൾ ആവശ്യമുണ്ട്. പിന്നെ മെയിനായിട്ട് തലയുടെ സ്കാൻ ചെയ്യുക എന്നുള്ളതാണ്. അത് വേറെ പ്രശ്നങ്ങളില്ല, നമ്മൾ ഇതിൽ നിന്ന് മൈഗ്രെയിൻ ആയിരിക്കാം എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ടെസ്റ്റുകൾ മെയിനായിട്ടുള്ളത്. പിന്നെ ചികിത്സ എന്ന് പറയുന്നത് സാധാരണ ഇതിൽ ഒരു മാസത്തിൽ എത്ര പ്രാവശ്യം ഉണ്ടാകും, അല്ലെങ്കിൽ ആളിനെ എത്ര ബാധിക്കുന്നതെന്ന് വെച്ചിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ മാസത്തിൽ ഒരു ഹെഡേക്കോ അല്ലെങ്കിൽ 2 ഹെഡേക്കോ ഉള്ളൂ, അതൊരു ഹാഫ് ഡേ നിന്ന് മാറുന്നെങ്കിൽ അവർക്കത് വരുന്ന ദിവസം മാത്രം കഴിക്കാനുള്ള മരുന്നുകൾ മതിയായിരിക്കും. ഇപ്പം ചില ആൾക്കാർക്ക് മാസത്തിന് 4, 5, 6 വട്ടം വരുന്നുണ്ട്, വന്നു കഴിഞ്ഞാൽ ആ ഒരു ദിവസം ഫുള്ളായിട്ട് പോകും. അങ്ങനെയാണെങ്കിൽ ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഗുളികളുണ്ട്. പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഗുളികൾ എന്ന് പറയുന്നത് അതൊരു കുറേ ടൈപ്പ് ഉണ്ട്. അതൊരു നമ്മൾ കുറച്ച് മാസങ്ങൾ കഴിക്കേണ്ടി വരും. അപ്പോൾ ആദ്യം ഉദാഹരണം 1 മാസം കൊടുത്തു നോക്കുക. അതിൽ ആളിന് മീൻസ് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് 5-6 മാസത്തേക്കാണ് പലപ്പോഴും പറയാറുള്ളത്. ചില ആൾക്കാർക്ക് 6 മാസത്തെ ഒരു കോഴ്സ് പോലെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറേ കാലത്തേക്കേ വരത്തില്ല, ഭാഗ്യമുണ്ടെങ്കിൽ ഓരോ വർഷത്തേക്ക് വരത്തില്ല. ചില ആൾക്കാർ അത് നിർത്തിയാൽ പിന്നെയും കഴിക്കുന്ന കാലത്ത് കുഴപ്പമുണ്ടാകത്തില്ല, നിർത്തി കഴിഞ്ഞാൽ പിന്നെയും വരും. അങ്ങനെയാണ് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പം അത് മസ്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ഒരു അസുഖമല്ല. ഫ്രീക്വൻസിയും എത്ര എണ്ണം വരുന്നു, ഒരു മാസത്തിൽ എത്ര തീവ്രമായിട്ട് വരുന്നു എന്നനുസരിച്ചിട്ട് മരുന്നിൻ്റെ ഡിസൈഡ് ചെയ്താൽ മതി. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഹലോ, ഇത് കുന്നമംഗലത്ത് നിന്നാണ്. എൻ്റെ പേര് രസിത. ഡോക്ടറോട് ചോദിച്ചോളൂ. എനിക്ക് ഹലോ ഡോക്ടർ, പറഞ്ഞോളൂ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്നുണ്ട്. ഇപ്പൊ എത്ര വയസ്സുണ്ട്? 31 വയസ്സ്. എത്ര വയസ്സ് മുതൽ തലവേദന ഉണ്ട്? അപ്പോ 2 വർഷമായി തുടങ്ങിയിട്ട്. പിന്നെ ഇടയ്ക്ക് തലേന്റെ ഉള്ളിൽ നിന്ന് കുത്തി പറിക്കുന്ന പോലെ ഒരു വേദനയാണ്. പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് അധികം ഉണ്ടാവല്. എത്ര സമയം നിൽക്കും തലവേദന? അത് ചിലപ്പോ രാത്രി നേരം വെക്കുന്നവരെയൊക്കെ ഉണ്ടാവും. ഞാൻ ഇടയ്ക്ക് അതിന്റെ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഛർദിക്കുവോ? ഛർദി ഉണ്ട്. തലവേദന ഉള്ളപ്പം ഈ ലൈറ്റ് നോക്കുമ്പോൾ ദേഷ്യം അല്ലെ ഒച്ച കേൾക്കുമ്പോൾ ഇഷ്ടമല്ല അങ്ങനെ തോന്നാറുണ്ടോ? അങ്ങനെ ഉണ്ട്. ഒരു മാസത്തിൽ എത്ര പ്രാവശ്യമൊക്കെ ഉണ്ടാവും? അങ്ങനെ കറക്റ്റ് ഉദ്ദേശം മതി. ആഴ്ച ഒരിക്കൽ വരുമോ, ആഴ്ച 2 വട്ടം വരുമോ, അല്ലെ 2-3 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലേ ഉള്ളോ? ചില ദിവസം അടുപ്പിച്ച് തന്നെ ഉണ്ടാവും. ചില ദിവസം കുറച്ച് ദിവസമൊക്കെ ഒരു ഇതുണ്ടാവും, സമാധാനം ഉണ്ടാവും. വീട്ടിൽ തലവേദന ഉള്ള ആരെങ്കിലും ഉണ്ടോ? അച്ഛൻ, അമ്മ, സഹോദരന്മാർ അങ്ങനെ ആർക്കെങ്കിലും തലവേദന ഉള്ളവരുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇടയ്ക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോ താനെ ഓർമ്മയില്ലാതെ വീണു പോവാ, അങ്ങനെയുണ്ട്. ഓർമ്മയില്ലാതെ വീണു പോവോ? എത്ര സമയം ജോലിയൊക്കെ ചെയ്തോണ്ട് നിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അങ്ങനെ ആ ടൈമിലൊക്കെ താനെ വീണു പോകും. നിപ്പിൽ തന്നെ വീണു പോവാ. കണ്ണിൽ ഇരുട്ട് കയറിയാണോ വീഴുന്നത്, അതോ ഒന്നും അറിയാൻ പറ്റത്തില്ല? വീഴുന്ന മുമ്പായിട്ട് ഒന്നും അറിയാൻ പറ്റും. അല്ല, വീഴുന്ന തൊട്ട് മുമ്പായിട്ട് കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ വരുമോ? ഇല്ല, ശരീരത്തിന്റെ ഒരു തളർച്ച പോലെ തോന്നും, അല്ലാതെ വേറെ ഒന്നും. വീണ അപ്പൊ തന്നെ എഴുന്നേക്കോ? ഇല്ല, ഒരു 2 മിനിറ്റ്. എപ്പോഴെങ്കിലും ഇങ്ങനെ ബോധമില്ലാതെ വീണിട്ട് പരിക്ക് വരിട്ടുണ്ടോ? ഇല്ല, പരിക്കൊന്നും പറ്റിയിട്ടില്ല. ഈ തലവേദന വളരെ കഠിനമാണോ? അപ്പൊ ഞാൻ ചിലപ്പോ തലക്ക് കെട്ട് കെട്ടിട്ട് കിടക്കുക. ഈ തലവേദന മൈഗ്രെയിൻ പോലെ തോന്നുന്നുണ്ട്. തലവേദന മൈഗ്രെയിൻ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഈ ഒരു സിങ്കോപ്പ്, അതായത് ചെറിയൊരു BP ഫോളോ വന്ന് വീഴുന്ന ഒരു ചെറിയൊരു അവസ്ഥ പലപ്പോഴും വരാറുണ്ട്. അപ്പം അതാവാനേ സാധ്യതയുള്ളൂ കേട്ടെടുത്തോളം. അപ്പൊ ഇതിനായിട്ട് എവിടെയെങ്കിലും കാണിച്ചിട്ടുണ്ടോ? കാണിക്കാൻ 2-3 പ്രാവശ്യം കാണിച്ചു. അപ്പൊ പിന്നെ മൈഗ്രെയിൻ്റെ ആയിരിക്കും പറഞ്ഞ. പിന്നെ മരുന്ന് കഴിച്ചു നോക്കിയിട്ടുണ്ടോ? മരുന്ന് അന്ന് ഇല്ല, പ്രത്യേകിച്ച് അങ്ങനെ ഒരു മരുന്നൊന്നും കഴിച്ചിട്ടില്ല. ഇതൊരു മാസത്തിൽ പലതവണയും മരുന്ന് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് മരുന്ന് കഴിച്ച് ശ്രമിച്ചു നോക്കാന്നുള്ളൂ കുറയ്ക്കാനായിട്ട്. ഒരു ന്യൂറോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ അതിന് വേണ്ട മരുന്ന് എഴുതി തരും.
ഈ ഓർമ്മയില്ലാതെ വീഴുന്നത് അത് ഇതിന്റെ ഭാഗം തന്നെ? അതിൻ്റെ ഇത് മിക്കവാറും അതിൻ്റെ ഭാഗം പോലെ തോന്നില്ല. വേറെ അപകടം പിടിച്ചൊരു ലക്ഷണം, അസുഖം ലക്ഷണമൊന്നും കേട്ടത് മനസ്സിലാവുന്നില്ല. 2 വർഷമായിട്ടുണ്ടല്ലോ ഈ പ്രശ്നം. ആ അതെ. ടെൻഷൻ ഉള്ള ആളാണോ? സ്ട്രെസ്സോ ടെൻഷനോ അങ്ങനെയൊന്നുമില്ല. ഒന്നുമില്ല? ടെൻഷൻ ഡോക്ടറെ കാണിച്ചിട്ട് ഇങ്ങനെ ഓർമ്മയില്ലാതെ വീണിട്ട് പിന്നെ കൊണ്ട് കാണിക്കുന്നവരും ഡോക്ടർമാർ ചോദിക്കുന്നത് ടെൻഷൻ കാര്യമാണ്. പക്ഷെ ടെൻഷനുള്ള സമയത്തൊന്നും അല്ല വീഴുന്നത്. കുഴപ്പമില്ല. നമുക്ക് അപ്പോൾ അതിന് ടെസ്റ്റുകൾ ചെയ്തിട്ടില്ലെങ്കിൽ ടെസ്റ്റുകൾ ചെയ്ത് നോക്കേണ്ട ആവശ്യം. അങ്ങനെ വീഴുന്നതുകൊണ്ടേ തലയുടെ ഒരു സ്കാനിങ്ങും EG എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്, അതും പിന്നെ കുറച്ച് ECG അങ്ങനെ കുറേ ടെസ്റ്റുകളുണ്ട്. അത് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഒരു ന്യൂറോളജിസ്റ്റിനെ സമീപിച്ചാൽ അവരതിൻ്റെ എല്ലാം വേണ്ട പോലെ ചെയ്തു തരും. വിളിച്ചതിന് നന്ദി. ഡോക്ടർ മറ്റൊരു കോളും കൂടി ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? താങ്ക് യു. മണിഭാരതി എന്ന് പറയും, ഇടുക്കി ജില്ലയിൽ നിന്ന് ചുറ്റുപാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കെ സാർ, നമസ്കാരം സാർ. നമസ്കാരം സാർ, ഇത് ഒരു 5 മാസം 6 മാസം കൂടുമ്പോ ഈ തലവേദന ഉണ്ടാകുന്നത് എനിക്ക്. വൺ സൈഡ് ഇരുണ്ട് കൂടി വരുന്നുണ്ട്. ഇപ്പൊ എത്ര വയസ്സുണ്ട്? ഇപ്പൊ 40 വയസ്സായി. എത്ര വർഷമായിട്ടുണ്ട്? ഇത് ഒരു 3 വർഷത്തോളം ഉണ്ട്. ഓക്കെ. അപ്പൊ ഞാന് ഇത് വരുന്ന ആ ടൈമില് ശരിക്കും വോമിറ്റ് ചെയ്തിട്ട് മൈഗ്രാനിൽ എന്ന് പറഞ്ഞ ഒരു ടാബ്ലറ്റ് കഴിക്കും. അന്നേരം ഇത് കുറയും. പിന്നെ ഒരു 5 മാസത്തേക്ക് പിന്നെ വരത്തില്ല. പിന്നെ ചിലപ്പം ഇത്ര മദ്യം കഴിച്ച് അസിഡിറ്റി മാതിരി ഉണ്ടാകുമ്പോ വീണ്ടും ഇതുമാതിരി ഉണ്ടാകും. ഉറക്കളക്കുമ്പോൾ വരുമോ? ഉറക്കളക്കുമ്പോഴോ അല്ലെങ്കിൽ സമയത്ത് ആഹാരം കഴിക്കാൻ? ഉറക്കളക്കുമ്പോ വരാറുണ്ട്. 6 മാസം കൂടുമ്പോൾ ഒരിക്കലേ ഉള്ളെങ്കിൽ അതിപ്പോ ഈ താങ്കൾ ഒരിക്കലല്ല സാർ, അത് വരുന്ന ടൈം ഒരു ഇതുണ്ടാവും. അന്നേരം ആരെങ്കിലും എന്നോട് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ദേഷ്യം ഉണ്ടാവും. ഉറങ്ങാനായിട്ട് ഭയങ്കര ഒരു തലവേദന ഉണ്ടാവും. അല്ല, ഉറങ്ങാനും പറ്റും. അത് താങ്കൾ പറഞ്ഞത് 6 മാസത്തിൽ ഒരിക്കലും വരുമെന്നല്ലേ പറഞ്ഞേ ഹെഡേക്ക്? ഒരിക്കലും വരുന്നുണ്ട്. ചിലപ്പം അതിന് മുമ്പ് വരും. എങ്ങനെ എന്തോ ഒരു പ്രോബ്ലം ആണ് ഇത്. അല്ല, ഇത് കേട്ടിട്ട് മൈഗ്രെയിൻ തന്നെ തോന്നുള്ളൂ. ചെന്നിക്കുത്തുന്ന അസുഖം തന്നെയാണ് പോലെ തോന്നുന്നത്. അപ്പോൾ 6 മാസത്തിൽ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഒരിക്കലേ വരുന്നുള്ളെങ്കിൽ ഈ വരുന്ന ദിവസം മാത്രം മരുന്ന് കഴിച്ചാൽ മതി. മൈഗ്രെയിനിനെക്കാട്ടിൽ ഇച്ചിരി പവർഫുൾ ആയിട്ടുള്ള ഗുളികൾ ലഭ്യമാണ് ഇപ്പം. അപ്പം താങ്കളൊരു ന്യൂറോളജിസ്റ്റിനെ സമീപിച്ച് അവരത് എഴുതി തരും. അപ്പം താങ്കൾക്ക് വരുന്ന ദിവസം മാത്രം ഗുളിക കഴിക്കേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. വിളിച്ചതിന് നന്ദി. ഡോക്ടറിന് സമയോടെ പൂർണ്ണമായി ചെന്നിക്കുത്തിന് അതിനുള്ള ചികിത്സയെ കുറിച്ച് വിശദീകരിച്ചതിന് നന്ദി. താങ്ക്സ്.